ഹായ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓപ്പൺ കോഴ്സ് ആയിട്ടുള്ള ഇ കൊമേഴ്സിന്റെ ബാക്കി ഭാഗങ്ങളാണ്. നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഓക്കെ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ട്രഡീഷണൽ കൊമേഴ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. ട്രഡീഷണൽ കൊമേഴ്സിൽ നമ്മൾ നമ്മൾ സാധാരണ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുക, സാധാരണ ട്രഡീഷണൽ നമ്മുടെ മാർക്കറ്റ്, അതാണ് നമ്മൾ ട്രഡീഷണൽ കൊമേഴ്സ് എന്ന് പറയാം. ഇ കൊമേഴ്സ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇലക്ട്രോണിക് ഫോർമാറ്റ് ആണ്, ഓൺലൈൻ മാർക്കറ്റ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ഫീച്ചേഴ്സ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ട്രഡീഷണൽ കൊമേഴ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതാണ് വോളിയം ഓഫ് സെയിൽസിന്റെ വോളിയം. ഓക്കെ, സെയിൽസിന്റെ വോളിയം നമ്മൾ ട്രഡീഷണൽ കൊമേഴ്സിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ലാർജ് ക്വാണ്ടിറ്റിയിലാണ് വാങ്ങുക. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഒന്നാമത്തത്, ഷോപ്പ് കുറച്ച് ദൂരെയാണെങ്കിൽ നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോഴും അവിടെ പോയി വാങ്ങണ്ടേ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താക്കും, എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്ത ഐറ്റംസ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വാങ്ങും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ. അപ്പം എങ്ങനെയായാലും അതൊരു ലാർജ് ക്വാണ്ടിറ്റി ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഇ കൊമേഴ്സ്. ഓക്കെ, പക്ഷെ ഇ കൊമേഴ്സിൽ നമ്മൾ സാധനം വാങ്ങിക്കുന്ന സമയത്ത് സ്മോൾ ക്വാണ്ടിറ്റി ആയിരിക്കും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ വാങ്ങുമ്പോൾ ഇപ്പൊ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് വാങ്ങുന്നത്. ഇപ്പൊ നമ്മൾ ഇ കൊമേഴ്സിൽ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഏതെങ്കിലും ഓഫറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുക. പക്ഷെ ട്രഡീഷണൽ കൊമേഴ്സിൽ അങ്ങനെയല്ല, നമ്മൾ ലാർജ് ക്വാണ്ടിറ്റിയിലാണ് വാങ്ങിക്കുക. ഓക്കെ, രണ്ടാമത് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണ്. ഞാൻ പറഞ്ഞു ട്രഡീഷണൽ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളെ മാർക്കറ്റ് പോലെയാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്താക്കും, മാർക്കറ്റിൽ പോകും. അവിടെ സെല്ലറും ബയറും ആയിട്ട് എന്തുണ്ടാവും, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉണ്ടാവും. ഓക്കെ, പക്ഷേ നമ്മുടെ ഇ കൊമേഴ്സിൽ അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ എവിടെ ഉണ്ടാവില്ല, ഇ കൊമേഴ്സിൽ ഉണ്ടാവില്ല. നമ്മൾ ഓൺലൈൻ നമ്മുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഓൺലൈൻ ത്രൂ പർച്ചേസ് ആണ് ചെയ്യല്ലേ. അവിടെ കസ്റ്റമറും സെല്ലറും തമ്മിൽ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ ഇ കൊമേഴ്സിൽ അങ്ങനെയല്ല, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോസ്റ്റ് ആണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ ഇ കൊമേഴ്സിനെ അപേക്ഷിച്ചിട്ട് ട്രഡീഷണൽ കൊമേഴ്സിന് കോസ്റ്റ് കൂടുതലായിരിക്കും, ഹൈ ആയിരിക്കും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാല് ട്രഡീഷണൽ കൊമേഴ്സിൽ അവിടെ ഡയറക്റ്റ് സെല്ലിംഗ് അല്ല വരുന്നത്. ഓക്കെ, അവിടെ മാനുഫാക്ചറർ ആർക്ക് കൊടുക്കും, ഹോൾസെയിലർക്ക് കൊടുക്കും. ഹോൾസെയിലർ ആർക്ക് കൊടുക്കും, റീറ്റെയിലർക്ക് കൊടുക്കും. റീറ്റെയിലർ ആണ് എന്ത് ചെയ്യുക, റീറ്റെയിലർ ആണ് നെക്സ്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുക. അപ്പൊ റീറ്റെയിലറും കസ്റ്റമറും തമ്മിലാണ് എന്തുണ്ടാവുക, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഇത് പല പല സ്റ്റേജുകളിൽ കൂടെ കടന്നു പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ അവിടെ കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ബേസ്ഡ് ഓൺ ഇ കൊമേഴ്സ്, നമ്മൾ ഇ കൊമേഴ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ കോസ്റ്റ് കുറവായിരിക്കും. ഇ കൊമേഴ്സിൽ കമ്പാരിറ്റീവ്ലി ട്രഡീഷണൽ കൊമേഴ്സിന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇ കൊമേഴ്സിന് കോസ്റ്റ് കുറവായിരിക്കും. കാരണം അവിടെ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് അധികം ഉണ്ടാവുക. അപ്പൊ ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ആക്സസ് ആണ് പറയാൻ പോകുന്നത്. ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആവുക എന്നുള്ളതാണ്. ഓക്കെ, selling of products are restricted to people actually visited the shop. Okay, ഈ ട്രഡീഷണൽ കൊമേഴ്സിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ആ ഷോപ്പിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. ഷോപ്പ് ഡയറക്റ്റ് ആയിട്ട് പോയി വിസിറ്റ് ചെയ്യണം. പക്ഷെ ഇ കൊമേഴ്സിൽ അങ്ങനെയല്ല. ഇ കൊമേഴ്സിൽ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്താക്കാം, നോക്കാം, ഏത് സൈറ്റിൽ വേണമെങ്കിലും നോക്കാം. പക്ഷെ ട്രഡീഷണൽ കൊമേഴ്സിൽ നമ്മൾ ഓരോ ഷോപ്പ് കയറി ഇറങ്ങണം, അല്ലെ, ഡയറക്റ്റ് ആയിട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഷോപ്പിൽ എന്തൊക്കെ അവൈലബിൾ ആണ്, എന്തൊക്കെയാണ് അവൈലബിൾ അല്ലാത്തതെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ നമുക്ക് ഇ കൊമേഴ്സിൽ അങ്ങനെയല്ല. കുറച്ച് സുഖമാണ്. കാരണം നമ്മൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് പോകുന്നില്ലല്ലോ, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു മെറിറ്റ് അവിടെ ഉണ്ട്. പിന്നെ പ്രോഡക്ട്സ് റിട്ടേൺ റേറ്റ്. നമ്മൾ ട്രഡീഷണൽ കൊമേഴ്സിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ നല്ലത് നോക്കി എടുക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യുന്നത് കുറവായിരിക്കും. ട്രഡീഷണൽ കൊമേഴ്സിൽ കുറവായിരിക്കും. പക്ഷേ ഇ കൊമേഴ്സിൽ അങ്ങനെയല്ല. ഇ കൊമേഴ്സിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ തോത് ഹൈ ആയിരിക്കും. കാരണം
നമ്മൾ പ്രൊഡക്റ്റ് അങ്ങനെ കാണുന്നില്ല. നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴേ നമ്മൾ കാണുള്ളൂ. ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും പ്രൊഡക്റ്റിന്റെ ഒരു ഇമേജ് മാത്രമേ കാണുള്ളൂ നമ്മൾ, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്ട്സ് റിട്ടേൺ റേറ്റ് ട്രഡീഷണൽ കൊമേഴ്സിനെ അപേക്ഷിച്ച് ഇ കൊമേഴ്സിന് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ഡിറ്റക്ട് ഫ്രോഡ്. ഓക്കെ, നമുക്ക് ട്രഡീഷണൽ കൊമേഴ്സിൽ ഈ ഫ്രോഡ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും, കാരണം നമ്മൾ ഡയറക്റ്റ് വ്യൂ ആണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണും. ഓക്കെ, പക്ഷേ ഈ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ ഫ്രോഡ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം പല സൈറ്റുകളും ഉണ്ട്. നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില സൈറ്റുകളിൽ നിന്നൊക്കെ ചില ഓഫേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ വരും. അപ്പം അധികവും ഫ്രോഡ് ഇതൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ പൈസ പോയി കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവാതെ ഫ്രോഡ് ആണെന്നുള്ളത്. അതുവരെ 100% നമ്മൾ അതിൽ വിശ്വസിക്കും. ഓക്കെ, അപ്പം ഈ ഇ കൊമേഴ്സിൽ ഈ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ ട്രഡീഷണൽ കൊമേഴ്സിൽ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഇല്ല. പിന്നെ നെക്സ്റ്റ് വൺ ആണ് പ്രോഡക്റ്റ് കമ്പാരിസൺ. ഓക്കെ, ട്രഡീഷണൽ കൊമേഴ്സിൽ നമുക്ക് പ്രോഡക്റ്റ് കമ്പാരിസണിലെ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഷോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അവിടെ ഏതൊക്കെ ബ്രാൻഡ്സ് ഉണ്ട് അതാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കൊമേഴ്സിൽ അങ്ങനെയല്ല. നമുക്ക് വേണമെങ്കിൽ ഏത് പ്രൊഡക്റ്റും സിമിലർ ആയിട്ടുള്ള കുറെ പ്രൊഡക്ട്സ് ഉണ്ടാവും. അതിലെല്ലാ പ്രൊഡക്ട്സും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ബേസ്ഡ് ഓൺ പ്രൈസും ക്വാളിറ്റിയും ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ കൊമേഴ്സ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ട്രഡീഷണൽ കൊമേഴ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസിൽ പറയാനുള്ളത്. ഓക്കെ, വോളിയം ഓഫ് സെയിൽസ്, ഡയറക്റ്റ് ഇന്ററാക്ഷൻ, കോസ്റ്റ്, ആക്സസ്, പ്രോഡക്റ്റ് റിട്ടേൺ റേറ്റ്, ഡിറ്റക്ട് ഫ്രോഡ്, പിന്നെ പ്രൊഡക്റ്റ് കമ്പാരിസൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക. അതിനുശേഷം നമ്മൾ ഇതിനുശേഷം ഈ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് എടുക്കും, അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എടുക്കും. അങ്ങനെ കുറെ എണ്ണം എടുക്കാനുണ്ട്. പിന്നെ ബിസിനസ് മോഡൽസ് ഉണ്ട് നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോരോ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ.